ആദായ നികുതി റെയ്ഡിനിടെ സ്വയം വെടിയുതിർത്ത വ്യവസായി CJ റോയ് ജീവനൊടുക്കിയതിൽ അന്വേഷണം കർണാടക CIDക്ക് വിട്ടിരിക്കുന്നു. മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയാണ്. കുറ്റമറ്റ അന്വേഷണത്തിനായി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമ്മർദ്ദമില്ലാതെ കടബാധ്യതയോ മറ്റെന്തെങ്കിലുമോ പ്രശ്നങ്ങൾ റോയ്ക്കുണ്ടായിരുന്നില്ല എന്ന് സഹോദരൻ CJ ബാബു പറഞ്ഞു. പ്രതികരണം കേൾക്കാം. ഈ കൊച്ചിയിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് വലിയ ഭീഷണിയോ അല്ലെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ ലീഗൽ അഡ്വൈസർ പറയുന്നുണ്ടായിരുന്നു. ഡെപ്യൂട്ടി കമ്മീഷണർ അല്ല, അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിന്റെ ആണ് പുള്ളിയാണ് ഇൻവെസ്റ്റിഗേഷൻ ടീം. പുള്ളിയുടെ പ്രഷർ ഉണ്ടായിരുന്നു. ഒരു 43 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒരു നോട്ടീസിന്റെ പേരിലൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അതെനിക്ക് തോന്നുന്നില്ല. ആദായ നികുതി വകുപ്പിന്റെ ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പിഴ അടച്ച് തീർക്കാവുന്ന സംഭവങ്ങളാണ്. പിന്നെ ഈ 2 മണിക്ക് ശേഷം അവിടെ എന്തുണ്ടായി എന്നാണ് കരുതുന്നത്? അല്ല, അറിയില്ല. ഞാൻ നമ്മള് ഈ സംസ്കാരം എങ്ങനെയാ എപ്പോഴായിരിക്കും സംസ്കാരം എപ്പോഴായിരിക്കും കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വീട്ടിൽ ഞാൻ ഫാമിലി ഒന്ന് കണ്ടു. ഡോക്ടർ CJ റോയുടെ സഹോദരൻ CJ ബാബുവിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. പ്രിയപ്പെട്ട സുഹൃത്ത് CJ റോയുടെ മരണം അവിശ്വസനീയവും വേദനാജനകവുമാണെന്നാണ് നടൻ മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. CJ റോയുടെ സംസ്കാര ചടങ്ങുകളിലെ തീരുമാനം വിദേശത്തുള്ള സഹോദരൻ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും. അബ്ദുൾ റഹീമാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ തത്സമയം ചേർത്തത്. റഹീമെ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ CJ റോയുടെ മരണം, അതിന് പിന്നിലെ ദുരൂഹതകൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അന്വേഷണം ഇപ്പോൾ CIDക്ക് വിട്ടിട്ടുണ്ട്. പക്ഷേ കുടുംബത്തിന്റെ ആരോപണം ഇത് അന്വേഷണ സംഘം ഏൽപ്പിച്ച സമ്മർദ്ദമാണ്. കൊച്ചി യൂണിറ്റാണ് അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത്. ഇവരെ ഏൽപ്പിച്ച സമ്മർദ്ദം അത് മാത്രമാണ് മരണ കാരണമെന്നാണ് കുടുംബം പറയുന്നത്. ഈ ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്ത് മനസ്സിലാക്കണം? സഹോദരന്റെ അടക്കം പ്രതികരണം കണക്കിലെടുക്കുമ്പോൾ റഹീമെ. സേതു, ഗുഡ് മോർണിംഗ്. ഈ CJ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഏതായാലും കഴിഞ്ഞ 28 മുതൽ തന്നെ CJ റോയുടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് അടക്കമുള്ള ഓഫീസുകളിൽ ഇൻകം ടാക്സിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വളരെ യാദൃശികമായാണ് ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇൻകം ടാക്സിന്റെ പരിശോധന നടക്കുന്നതിനിടയിൽ ചില ഫയലുകൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയും അത് താൻ എടുത്തുകൊണ്ടുവരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയ CJ റോയ് പിന്നെ അകത്ത് നിന്ന് വെടിയുതിർക്കുകയായിരുന്നു, സ്വയം വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. ഏതായാലും ഈ വിഷയത്തിൽ ആരോപണങ്ങളും വിവാദങ്ങളും വഴിവെച്ച സാഹചര്യത്തിൽ കർണാടക സർക്കാർ ആ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിഷയത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഈ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് CID ആണ്, അതായത് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇനി അന്വേഷണം നടത്തുക. വിപുലമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളത് സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. അത് സർക്കാരിന്റെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ വിപുലമായ അന്വേഷണം നടത്തും എന്നുള്ളത് തന്നെയാണ് സർക്കാരും അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ നിലവിൽ CJ റോയുടെ മൃതദേഹം ഇപ്പോൾ ശിവാജി റോഡിലുള്ള ഈ ബോറിംഗ് ആശുപത്രിയുടെ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. 10 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും സഹോദരന്റെ പ്രതികരണം കേട്ടല്ലോ. ഇപ്പം അദ്ദേഹം അടക്കം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥർ ഏൽപ്പിച്ച സമ്മർദ്ദമല്ലാതെ മറ്റൊന്നും തന്നെ ഈ CJ റോയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം CJ റോയിയുടെ ബിസിനസ് സാമ്രാജ്യങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ ഒരു വാർത്തയും ഇപ്പം അതിനെന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉള്ളതായിട്ടോ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും അന്വേഷണ പരിധിയിലെങ്ങാനും ഇത് വന്നതായിട്ടോ സാധാരണ ഈ വലിയ റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്കൊക്കെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും വലിയ വ്യവസായികൾക്കും ഒക്കെ എപ്പോഴും ഇൻകം ടാക്സിന്റെയും അതേപോലെ തന്നെ EDയുടെയൊക്കെ റെയ്ഡിന് ഇവരൊക്കെ വിധേയരാവുകയും ഈ വാർത്തകളിൽ ഇവരുടെ പേരുകളൊക്കെ നിറയുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികവുമാണ്. പക്ഷേ ഡോക്ടർ CJ റോയോ കോൺഫിഡൻസ് ഗ്രൂപ്പോ ഒന്നും ഇതുവരെയും അങ്ങനെ എത്ര കണ്ട് വാർത്തകൾ ഇടം പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു നികുതി വെട്ടിപ്പോ അങ്ങനത്തെ വാർത്തകളും നമ്മൾ കേട്ടിട്ടേ ഇല്ല. സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് ഒന്നും കേട്ടിട്ടേ ഇല്ല. പൊടുന്നനെയാണ് ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നു എന്നൊരു വാർത്ത വരുന്നതും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ മരണവിവരം അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്നുള്ള വാർത്ത വരികയൊക്കെ ചെയ്തത്. ഈ കുടുംബം പറയുന്ന അനുസരിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, ഈ സ്ഥാപനങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല, സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ മാനസിക സമ്മർദ്ദം അത് മാത്രമാണോ ഇപ്പോഴും ആരോപിക്കുന്ന ഒരു കാര്യം? ഇത് തീർച്ചയായും അത് തന്നെയാണ്. റോയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള കടമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള തകർച്ചയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. IT ഉദ്യോഗസ്ഥർ, അതായത് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ മാനസിക സമ്മർദ്ദം അത് തന്നെയാണ് റോയിയെ ഇത്തരത്തിലൊരു കടുങ്കയിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കുടുംബവും സഹോദരനും അടക്കം ആരോപിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള കടബാധ്യതയോ മറ്റോ ഒന്നും തന്നെ റോയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് കുടുംബം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. സെയ്ദ് പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, ഏതെങ്കിലും തരത്തിൽ ഈ നികുതി വെട്ടിപ്പോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും വാർത്തകളിൽ ഒന്നും നിറഞ്ഞു
നിന്നിട്ടുള്ള ആളല്ല റോയ്. കാരണം ആ രീതിയിൽ തന്നെ റോയ് ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾ നിറഞ്ഞുള്ള ആളാണ്. പക്ഷേ ഇത് പൊടുന്നനെയുള്ള ഒരു ആത്മഹത്യ എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം കുടുംബം ഇപ്പോഴും ഉറച്ച് പറയുന്ന ഒരു കാര്യം, IT ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് മേൽ ചെലുത്തിയ സമ്മർദ്ദം അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മരണത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ വിഷയത്തിൽ വിശദമായൊരു പരാതി നിലവിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ കുടുംബവുമായി ആലോചിച്ച് ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നത് തീരുമാനിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള CJ ബാബു അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ മാധ്യമങ്ങളടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ഏത് തരത്തിലുള്ള പരാതികളുമായി അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും കൊച്ചിയിൽ നിന്നെത്തിയ യൂണിറ്റ്, അതായത് കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് യൂണിറ്റാണ് അദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിലുള്ള ഓഫീസിലെത്തുകയും ഇവിടെ പരിശോധന അടക്കം നടത്തുകയും ചെയ്തത്. അവർ ഇപ്പോഴും ഇവിടെ ബാംഗ്ലൂരുവിൽ തന്നെ തുടരുകയാണ്. ഇവിടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ കൊച്ചിയിൽ നിന്നെത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഈ വിഷയത്തിൽ സർക്കാർ അടക്കം വലിയ രീതിയിൽ തന്നെയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കാരണം ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത വേണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും സർക്കാരിൻ്റെയും ആവശ്യം. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ, അതായത് അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അഥവാ CID ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ, അതായത് റോയിയുടെ മരണം സംഭവിച്ചതിന് ശേഷവും ഈ ഓഫീസിൽ കൃത്യമായ പരിശോധന, അതായത് ഇദ്ദേഹത്തിന്റെ മരണം നടന്നതിന് ശേഷവും ഇൻകം ടാക്സിന്റെ പരിശോധന അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. ഒരാളുടെ മരണം സംഭവിച്ചതിന് ശേഷവും എന്താണ് ഇത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്ക് കടക്കാൻ കാരണം എന്നുള്ളതാണ് കുടുംബം ചോദിക്കുന്നത്. അപ്പോൾ കുടുംബം ആരോപിക്കുന്ന കാര്യത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ രീതിയിൽ തന്നെ അദ്ദേഹത്തെ ആ രീതിയിൽ മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിരുന്നു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ എന്നുള്ളത് ആ കുടുംബം ആരോപിക്കുകയും ചെയ്താലും അദ്ദേഹത്തിന്റെ ഫോണുകളടക്കം ഇപ്പോൾ ഫോറൻസിക് സംഘം അന്വേഷണ സംഘത്തിന്റെ കൈവശമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ റഹീം പറഞ്ഞതുപോലെ തന്നെ ഈ ഡോക്ടർ CJ റോയിയുടെ മരണത്തിൽ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ആ ദുരൂഹതകളൊക്കെ ഇനി മറന്നീങ്ങി പുറത്തു വരണം. അതിന് CID അന്വേഷണത്തിന് ഈ CID അന്വേഷണമാണ് ഇതിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ കുടുംബത്തിന്റെ പ്രതികരണവും നമ്മൾ കേട്ടു. നോക്കാം എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. നമുക്ക് ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീട്ടുകാർക്കും ഒക്കെയും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല. അവരുടെയൊക്കെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. വീട്ടിൽ നിന്ന് രാവിലെ സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോയൊരു മനുഷ്യൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കേൾക്കുകയാണ് അദ്ദേഹം ഈ വെടിവെച്ച് മരിച്ചു, അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. കുടുംബത്തിന് അത് ഒരിക്കലും ഒരു കുടുംബത്തിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ, അല്ലേ? നമുക്ക് ഇത്രയും ഒരു ടെൻഷനും ഒരു ഞെട്ടലും ഒക്കെ ആണെങ്കിൽ അവരുടെ അവസ്ഥ അതീന്നും പരിതാപകരമായിരിക്കും. ഒപ്പം കാരണം എന്തെന്നറിയാൻ പറ്റാത്ത കൺഫ്യൂഷൻസ് വേറെയും. എത്രയും